സൈഫ്, ജിൽസി, നമ്മളിപ്പോൾ കുറേ കലാകാരന്മാരെ കാണുന്നുണ്ട്, അവരുടെ കലാപ്രകടനങ്ങൾ കാണുന്നുണ്ട്. ഈ കാഴ്ചകളെല്ലാം തന്നെ കാണാൻ പഴയ ചില താരങ്ങൾ കൂടി എത്തുന്നുണ്ട്. പഴയ താരങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴും താരമാണ്. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. നേരത്തെ സൈഫ് പറഞ്ഞതുപോലെ 1989 സംസ്ഥാന യുവജനോത്സവത്തിൽ, അന്ന് യുവജനോത്സവമാണ്, അന്ന് ഈ പറഞ്ഞ ഗാനാലാപനത്തിന് സമ്മാനം നേടി, അല്ലെങ്കിൽ അതിന് അന്ന് ജേതാവായ ആളാണ് പട്ടം സനിത്ത്. അദ്ദേഹം ഇപ്പോൾ ഒരു പ്രമുഖ ബാങ്കിന്റെ മാനേജർ കൂടിയാണ്. അദ്ദേഹം ഇപ്പോഴും ഈ കല ആസ്വദിക്കാൻ കലോത്സവ വേദികളിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ പട്ടം സനിത്തിനെ പോലെ നിരവധി ആളുകളാണ് ഇങ്ങനെ കലോത്സവ വേദികളിൽ ഈ കുട്ടി കലാകാരന്മാരുടെ അവരുടെ കഴിവ് ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നത്. എന്തായാലും നമുക്കിപ്പോൾ അധികം നീട്ടുന്നില്ല അദ്ദേഹത്തിന്റെ പെർഫോമൻസിലേക്ക്. അദ്ദേഹം ഒരു പാട്ട് പാടാൻ തയ്യാറാണ്. ആ പാട്ട് കേൾക്കാമെന്ന് തോന്നുന്നു. എന്താണ് ഈ കലോത്സവത്തെ കുറിച്ച് താങ്കളുടെ ഒരു അനുഭവം എങ്ങനെയാണ്? മുമ്പ് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ ബാലകലോത്സവം മുതൽ ഹൈസ്കൂളിൽ സംസ്ഥാന കലോത്സവം വരെ പങ്കെടുത്ത് വിജയിച്ച ഒരു വ്യക്തിയാണ്. നിരവധി സിനിമകളിലും എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രമുഖ ബാങ്കിലെ മാനേജറാണ്. ഇന്നത്തെ ഈ കലോത്സവവും അന്നത്തെ കലോത്സവം തമ്മിൽ വളരെ വ്യത്യാസമാണ്. ഇന്ന് ജനപങ്കാളിത്തം വളരെ വലുതാണ്. അന്ന് ഇത്ര ജനപങ്കാളിത്തം ഈ കലോത്സവങ്ങളിലില്ല. അതുപോലെ തന്നെ ഇതുപോലെ മീഡിയ വൺ പോലെയുള്ള ചാനലുകൾ, ഇതുപോലെയുള്ള ചാനലുകളെ ഇഷ്ടം പോലെ ഈ കലാ അഭിരുചിയുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അന്ന് ദൂരദർശനും ആകാശവാണിയും മാത്രമേ ഉള്ളായിരുന്നു. 84 എനിക്ക് സ്കൂൾ യുവജനോത്സവത്തിന് കിട്ടിയപ്പോൾ അന്ന് എനിക്ക് ദൂരദർശൻ എൻ്റെ ഗാനം പ്രക്ഷേപണം ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയാൽ ചാനലുകളുടെ ഒരു എന്നെ നമ്മൾ കാത്തിരിക്കുന്നില്ല. പെർഫോമൻസിലേക്ക് പോകാം. ശരി ശരി. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ എൻ മുരളി, കൊണ്ടുപോകരുതേ. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ എൻ മുരളി, കൊണ്ടുപോകരുതേ. അതിഗംഭീരമാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് കലോത്സവ വേദിയിലെത്തുമ്പോൾ. തീർച്ചയായും പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴും ഹൈസ്കൂളിലായിരുന്നപ്പോഴും ഒക്കെ മത്സരിക്കുകയും അതിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തെ ഈ സ്റ്റേജിന് മുമ്പ് കയറുന്നതിന് മുമ്പുള്ള ആ ഭയവും കയറിയ ശേഷം പ്രേസ് കിട്ടിയതിനു ശേഷമുള്ള സന്തോഷവും ഇതെല്ലാം ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്തായാലും ഇതാണ് സൈഫ്, ജിൽസി, ഇദ്ദേഹത്തിന്റെ അനുഭവം. അദ്ദേഹത്തിന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ പഴയ ചെറുപ്പകാലം, അദ്ദേഹം ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നടന്നിരുന്ന കാലം ഓർമ്മ വരികയാണ്. അദ്ദേഹം ഇവിടെ മാത്രമല്ല, അദ്ദേഹം ഈ കൊല്ലത്ത് നടന്ന കഴിഞ്ഞ കലോത്സവത്തിനടക്കം അദ്ദേഹം പോയിരുന്നു. ആ നിലയ്ക്ക് കലോത്സവ വേദികളിൽ സ്ഥിരമായി പോകുന്ന, അത് ആസ്വദിക്കുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം.